ഇതുപോലെ ഹോളായിട്ട് വരും. ഇങ്ങനെ ഹോളായിട്ട് വരും. ഇപ്പോൾ കൈ കാണുന്നുണ്ട്, എൻ്റെ വിരൽ കാണുന്നുണ്ട്, ഇതുപോലെ ഹോളുണ്ടാവും. ഇനി ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഹോളിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ പട്ട വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല. ഇവിടെ പകുതി വെച്ച് നമ്മൾ 22 ആണെങ്കിൽ എടുക്കുന്നതാണെങ്കിൽ 24 എടുത്തതാണെങ്കിൽ അതിൻ്റെ പകുതിയാക്കണം. 12 ഇഞ്ചിൻ്റെ പറ്റ ഈ സൈഡ് കൊടുക്കണം, 12 ഇഞ്ചിൻ്റെ പറ്റ ഈ സൈഡ് കൊടുക്കാം. ഈ സെൻറ്ററായിട്ടുള്ളത് നമുക്ക് ഹോള് വരും. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ എന്ത് ചെയ്യും? ഹോള് കയറ് എടുക്കാൻ ഇവിടെ ഹോള് ഓപ്പൺ ഉണ്ടാവും. ഈ ഓപ്പൺ ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ. ഞങ്ങളിവിടെ മടക്കി കൊടുക്കണം 2 സൈഡും. ഇവിടെ എങ്ങനെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെയും ഓപ്പൺ വെച്ച് കൊടുക്കാം. സെൻറ്റർ പോർഷൻ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല വശത്തിൽ നിന്ന് ചീത്ത വശത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 4 ഫുൾ റൗണ്ടായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെയാണ് ഓപ്പണായിട്ട് വരുന്നത്. ഹോള് ഇതുപോലെയാണ് വരുന്നത്. ഇനി ഞങ്ങൾ ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നെക്കിൻ്റെതും ഒക്കെ നെക്കിൻ്റെ ഇവിടെയാണ് നെക്കിൻ്റെ മാർക്ക്. നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഇവിടെ നിന്ന് പിടിച്ച് മറ്റൊരു സൈഡ് നെക്ക് ഇതുപോലെ പിടിച്ച് ഞങ്ങൾ മടക്കി കൊടുക്കണം. ജോയിൻറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് ഈ മാർക്ക് ഉണ്ടല്ലേ, ഈ മാർക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടെ താഴെ നിന്ന് മുകളിലേക്കാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരേപോലെ വെക്കണം. ബാക്കും ഫ്രണ്ടും ഒരേ ഇതിൽ വെച്ച് കൊടുക്കാം. നമ്മൾ എത്രയാണ് മാർക്കിട്ട് കൊടുത്തത് അതേ മാർക്കിങ്ങിലാണ് ഞങ്ങൾ സ്റ്റിച്ചിങ്ങും ചെയ്ത് കൊടുക്കേണ്ടത്. ആ ലൈനിൽ തന്നെ ഞങ്ങൾ ഈ ലൈൻ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ആ ലൈനിൽ തന്നെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഇവിടെ കട്ട് ചെയ്തെടുക്കണം. മറ്റൊരു സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞങ്ങൾ താഴെ 2 സൈഡ് അടിച്ചു. ഇനി ഞങ്ങൾ താഴെ മടക്കി അടിക്കുന്നതാണ്. ഇവിടെ മടക്കി അടിക്കണം. മടക്കി അടിക്കാൻ 1 ഇഞ്ചാണ് ഞങ്ങൾ കൊടുത്തത്. 1 ഇഞ്ചിൻ്റെ അളവിൽ ഇതുപോലെ മടക്കി അടിക്കാം. ഒരു മടക്ക് 1/2 ഇഞ്ചും മറ്റൊരു മടക്ക് 1/2 ഇഞ്ചായിട്ട് താഴെ മടക്കി അടിക്കാം. ഫ്രണ്ടും ബാക്കും മടക്കി അടിക്കണം. ഇതുപോലെ അടിച്ചെടുത്തു. ഇത് ഫിനിഷായി. ഇനി ഞങ്ങൾ ഇതിലേക്ക് നാട ഇട്ട് കൊടുക്കണം, കയറിട്ട് കൊടുക്കണം. കയർ സ്റ്റിച്ച് ചെയ്യാം. ഈ പീസിൻ്റെ ഈ ഉള്ള പീസ് സെൻറ്ററായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നല്ല വശത്തിലേക്ക് അടിയിൽ നല്ല വശം മുകളിൽ ചീത്ത വശമാണ്. ഇതുപോലെ വൈറ്റ് പീസ് ഉള്ളിലേക്ക് വരുന്ന ഈ വൈറ്റ് പീസൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് ജോയിൻ ചെയ്തു. ഇനി മറ്റൊരു സൈഡ് മറ്റൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനെ കയർ പോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. കയർ പോലെ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഒരു മടക്ക് ഇങ്ങോട്ടേക്കും മറ്റൊരു മടക്ക് ഇങ്ങോട്ടേക്കും, രണ്ടും മടക്ക് 2 സൈഡ് മടക്കി പിന്നെ അതിനെ ഒന്നിച്ചിട്ട് മടക്കിയെടുത്തു. ഒന്ന് ഇങ്ങനെ മറ്റൊന്ന് ഇങ്ങനെ, ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു.
ഫുള്ളായിട്ട് ഇതേപോലെ അടിച്ചെടുക്കാം. കയറ് റെഡിയായി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാണിക്കാം. ഈ സാരിയിലേക്ക് കുത്തുന്ന ഈ പിന്നുണ്ടല്ലേ, ഈ പിന്ന് ഇതിലേക്കൊന്ന് കുത്തി കൊടുക്കുക. സെൻറ്റർ ഹോളുണ്ടല്ലേ, ഈ സെൻറ്റർ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ ഞങ്ങൾ നല്ല വശത്തിൽ നിന്ന് ചീത്ത വശത്തിലേക്ക് എടുക്കാം. ഇതുപോലെ ഇത് എടുത്ത് ഹോളിൽ നിന്നെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇവിടെ പുറത്ത് വരും, ഇവിടെ പുറത്ത് വരും. ഇതിങ്ങനെ പുറത്തെടുത്തു. മറ്റൊരു സൈഡ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് എടുത്ത് ബാക്കിൻ്റെ ഫുള്ളെടുത്ത് ഇതേപോലെ ഓപ്പൺ ഉണ്ടല്ലേ മറ്റൊരു സൈഡ്, അവിടേക്ക് പുറത്തെടുത്തു. ഇനി അതേപോലെ ഫ്രണ്ടിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക്, ഫ്രണ്ടിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് പുറത്തെടുത്തു ഫ്രണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ നിന്ന് പുറത്തെടുക്കാം.